ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെർബ് ബി, ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും അധികം പ്രത്യേകതകൾ ഉള്ള വെർബാണ് വെർബ് ബി. അതിൻ്റെ ഉപയോഗങ്ങളാണ് കാണുന്നത്. വെർബ് ബിക്ക് രണ്ട് അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവസ്ഥയെ കാണിക്കാൻ, ആയിരിക്കുക, അതായത് ഞാൻ സന്തോഷവാനാണ് അവസ്ഥ, അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ വെർബിന്റെ രൂപങ്ങളൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ സാന്നിധ്യം, ഞാൻ വീട്ടിലുണ്ട്, അവൻ വീട്ടിലുണ്ട്, അങ്ങനെ പറയാൻ വേണ്ടിയും ഈ വെർബ് ബി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് അർത്ഥങ്ങളാണുള്ളത്. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത് ആയിരിക്കുക, അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് ഏതെല്ലാം രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഷുഡ് എന്ന വാക്ക് പഠിക്കുകയുണ്ടായി. അതായത് എഴുതണം, നന്ന് കിട്ടാൻ വേണ്ടി ഷുഡ് വയ്ക്കും. എന്തിന്റെ കൂടെ? വെർബിന്റെ ബേസ് ഫോമിന്റെ കൂടെ. ഷുഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതണം. റൈറ്റ് എന്ന് പറയുന്നത് ബേസ് ഫോമില് എഴുതുക, പക്ഷെ ഷുഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതണം. ഗോ, പോവുക. ഷുഡ് ഗോ എന്ന് പറയുമ്പോൾ പോകണം, നേരത്തെ കണ്ടതാ. അത് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഷുഡ് അതിന്റെ കൂടെ എന്ത് വയ്ക്കും? ബി, ബേസ് ഫോം ആണ് ബി. അപ്പൊ ഷുഡ് ബി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആയിരിക്കണം, ആയിരിക്കണം, അല്ലെ? നന്ന് കിട്ടും. ബിയുടെ അർത്ഥം ആയിരിക്കുക, അതിന്റെ കൂടെ ഷുഡ് വയ്ക്കുമ്പോൾ ആയിരിക്കണം എന്ന് കിട്ടും. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കുറെ വാക്കുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാപ്പി, സന്തോഷവാനായ, സന്തോഷവതിയായ, സന്തോഷമുള്ള, പല അർത്ഥങ്ങളും മലയാളത്തിൽ പറയാം. കൈൻഡ്, ദയുള്ള, അതുപോലെ പ്രൂഡന്റ്, വിവേകമുള്ള, വിവേകവതിയായ, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഇതിൽ മലയാളത്തിൽ നമുക്ക് പല അർത്ഥങ്ങൾക്ക് പറയാൻ പറ്റും. ഇതേ വാക്കിന് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സന്തോഷമുള്ള, സന്തോഷവതിയായ, സന്തോഷവാനായ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ അത് മനസ്സിൽ വയ്ക്കണേ. അപ്പൊ ഷുഡ് ബി എന്ന് വെച്ചാൽ എന്താണ്? ആയിരിക്കണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കണം ഐ ഷുഡ് ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കണം. അപ്പൊ അങ്ങനെ അർത്ഥം അങ്ങനെ വരും. ഐ ഷുഡ് ബി ഹാപ്പി, ഐ ഷുഡ് ബി ഹാപ്പി, ഞാൻ സന്തോഷവാനായിരിക്കണം. സ്ത്രീ ആണെങ്കിൽ ഞാൻ സന്തോഷവതിയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ സന്തോഷമുള്ളവളായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ സന്തോഷമുള്ളവനായിരിക്കണം പുരുഷനാണെങ്കിൽ. അത് നമുക്ക് പല രീതിയിൽ പറയാം. ഇംഗ്ലീഷിൽ ഇതാണ് ഐ ഷുഡ് ബി ഹാപ്പി, ഐ ഷുഡ് ബി ഹാപ്പി. ഐ ഷുഡ് ബി കൈൻഡ്, എന്തായിരിക്കും അർത്ഥം? ഞാൻ ദയുള്ളവനായിരിക്കണം, ഞാൻ ദയുള്ളവളായിരിക്കണം, അല്ലെ? ആ അർത്ഥത്തില് നമുക്ക് പറയാൻ പറ്റും. ഐ ഷുഡ് ബി കൈൻഡ്, ഐ ഷുഡ് ബി പ്രൂഡന്റ്. പ്രൂഡന്റ് എന്ന് വെച്ചാൽ വിവേകമുള്ള, ഞാൻ വിവേകമുള്ളവനായിരിക്കണം. ഐ ഷുഡ് ബി പ്രൂഡന്റ്, ഞാൻ വിവേകമുള്ളവനായിരിക്കണം, ഞാൻ പ്രൂഡന്റ് ആയിരിക്കണം. നമുക്കിപ്പോ ഇംഗ്ലീഷൊക്കെ കുട്ടി പറയാം, അല്ലേ? ഞാൻ പ്രൂഡന്റ് ആയിരിക്കണം, ഐ ഷുഡ് ബി പ്രൂഡന്റ്. ഐ ഷുഡ് ബി പങ്ക്ച്വൽ. പങ്ക്ച്വൽ നമ്മൾ മലയാളത്തിൽ ആ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്. നീ പങ്ക്ച്വൽ ആയിരിക്കണം, അല്ലെ? സമയകൃത്യതയുള്ള. 5 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 5 മണിക്ക് വരും, ആണ് പങ്ക്ച്വാലിറ്റി, അല്ലെ? അപ്പൊ ഐ ഷുഡ് ബി പങ്ക്ച്വൽ, ഞാൻ പങ്ക്ച്വൽ ആയിരിക്കണം. ഐ ഷുഡ് ബി ബ്രേവ്, ഞാൻ ധീരനായിരിക്കണം, ഞാൻ ധീരനായിരിക്കണം. ബ്രേവിന്റെ അർത്ഥം ധീരനായ, ധീരതയുള്ള, അങ്ങനെയൊക്കെ അർത്ഥം മലയാളത്തിലുണ്ട്. അപ്പൊ ഐ ഷുഡ് ബി ബ്രേവ് എന്ന് പറയുമ്പോൾ ഞാൻ ധീരനായിരിക്കണം, ആ അർത്ഥമാണ് വരുന്നത്. ഐ ഷുഡ് ബി സ്മാർട്ട്. സ്മാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ അത് മലയാളത്തിൽ തന്നെ ആ വാക്ക് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നീ സ്മാർട്ട് ആയിരിക്കണം, ചുറുചുറുക്കുള്ളവനായിരിക്കണം. സോ ഐ ഷുഡ് ബി സ്മാർട്ട്, ഐ ഷുഡ് ബി ആയിരിക്കണം, ഞാൻ ആയിരിക്കണം സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആയിരിക്കണം. ഇംഗ്ലീഷിന്റെ ഓർഡർ ഇങ്ങനെയാണ്. നമ്മള് ഈ ഷുഡ് ബി അവസാനം പറയുള്ളൂ, ആയിരിക്കണം എന്നുള്ളത് വാചകത്തിന്റെ അവസാനം പറയുള്ളൂ. പക്ഷെ ഇംഗ്ലീഷില് ഇങ്ങനെയാണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ നമുക്ക് പറ്റത്തില്ല. അതുപോലെ തന്നെ ഐ ഷുഡ് ബി, നമുക്കിവിടെ കുറെ വാക്കുകളുണ്ട്. മൈ, എന്റെ, മൈ എന്റെ, അവർ ഞങ്ങളുടെ അല്ലെ നമ്മുടെ, ഇവർ നിന്റെ നിങ്ങളുടെ, ഹിസ് അവന്റെ, ഹെർ അവളുടെ, ദെയർ അവരുടെ. ഐ ഷുഡ് ബി their friend, I should be their friend, ഞാൻ അവരുടെ കൂട്ടുകാരൻ ആയിരിക്കണം, ഞാൻ അവരുടെ കൂട്ടുകാരൻ ആയിരിക്കണം. I should be their friend, I should be their leader, ഞാൻ അവരുടെ ലീഡർ ആയിരിക്കണം.
ഐ ഷുഡ് ബി their കോച്ച്, ഞാൻ അവരുടെ കോച്ച് ആയിരിക്കണം. ഫുട്ബോൾ കോച്ച് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ ധാരാളം വാചകങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താ ഈ സാധനം ഒന്ന്. ഷുഡ് ബി എന്ന് വെച്ചാൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. വി ഷുഡ് ബി ഹാപ്പി, നമ്മൾ സന്തോഷവാന്മാരായിരിക്കണം. അപ്പൊ നമ്മൾ പ്ലൂറൽ ഉപയോഗിക്കും. വി ഷുഡ് ബി ഹാപ്പി, വി ഷുഡ് ബി ഹാപ്പി, നമ്മൾ സന്തോഷവാന്മാരായിരിക്കണം. വി ഷുഡ് ബി കൈൻഡ്, നമ്മൾ ദയയുള്ളവരായിരിക്കണം. വി ഷുഡ് ബി പ്രൂഡന്റ്, നമ്മൾ പ്രൂഡന്റ് ആയിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം. വി ഷുഡ് ബി പങ്ക്ച്വൽ, നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം. നമുക്ക് ആ ഇംഗ്ലീഷ് വാക്ക് തന്നെ പറയാം, നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം. വി ഷുഡ് ബി ബ്രേവ്, നമ്മൾ ധീരന്മാരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് പറയാം മലയാളത്തിൽ. ഇതിന്റെ ഉപയോഗം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. വി ഷുഡ് ബി അല്ലെ, ആയിരിക്കണം. യു ഷുഡ് ബി സ്മാർട്ട്, നമ്മൾ സ്മാർട്ട് ആയിരിക്കണം. ആൻഡ് ഇവിടെയും നമുക്ക് പറയാം യു ഷുഡ് ബി ഹിസ് ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെ വി ആയതുകൊണ്ട് നമ്മൾ പ്ലൂറൽ ഉപയോഗിക്കണം. വി ഷുഡ് ബി ഹിസ് ഫ്രണ്ട്സ്, വി ഷുഡ് ബി ഹിസ് ഫ്രണ്ട്സ്, നമ്മൾ അവന്റെ സുഹൃത്തുക്കളായിരിക്കണം. വി ഷുഡ് ബി ഹിസ് ഫ്രണ്ട്സ്. വി ഷുഡ് ബി ഹിസ് ലീഡേഴ്സ്, വി ഷുഡ് ബി ഹിസ് ലീഡേഴ്സ്, നമ്മൾ അവന്റെ നേതാക്കന്മാർ, ലീഡേഴ്സ് ആയിരിക്കണം. നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അപ്പൊ പറയുമ്പോൾ നമ്മൾ അർത്ഥമുള്ള വാചകമാണെന്നൊന്ന് നോക്കി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ വാചകം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥം തോന്നില്ലെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കും. നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഇങ്ങനെ ഒത്തിരി പറയാൻ പറ്റും അല്ലെ. യു ഷുഡ് ബി ഹാപ്പി, നീ സന്തോഷവാനായിരിക്കണം. യു ഷുഡ് ബി കൈൻഡ്, നീ ദയുള്ളവനായിരിക്കണം. യു ഷുഡ് ബി പ്രൂഡന്റ്, നീ വിവേകമുള്ളവനായിരിക്കണം. യു ഷുഡ് ബി പങ്ക്ച്വൽ, നീ പങ്ക്ച്വൽ ആയിരിക്കണം. യു ഷുഡ് ബി ബ്രേവ്, നീ ധൈര്യമുള്ളവനായിരിക്കണം, ധീരനായിരിക്കണം. യു ഷുഡ് ബി സ്മാർട്ട്, നീ സ്മാർട്ട് ആയിരിക്കണം. അല്ലെ ഹി, ഹി എല്ലാത്തിനും ഒന്ന് തന്നെയാണ്. സിംഗുലറും പ്ലൂറലും ഇവിടെ പ്രശ്നമല്ല, എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാം. വളരെ എളുപ്പമല്ലേ. ഹി ഷുഡ് ബി ഹാപ്പി, അവൻ സന്തോഷവാനായിരിക്കണം. ഹി ഷുഡ് ബി കൈൻഡ്, അവൻ ദയുള്ളവനായിരിക്കണം. അതെല്ലാം പറയാം. അതുപോലെ ഷീ ഷുഡ് ബി ഹാപ്പി, അവൾ സന്തോഷവതി ആയിരിക്കണം, സന്തോഷമുള്ളവളായിരിക്കണം. ഷീ ഷുഡ് ബി ഹാപ്പി, ഷീ ഷുഡ് ബി ഹാപ്പി. ഷീ ഷുഡ് ബി കൈൻഡ്, അവൾ ദയുള്ളവളായിരിക്കണം, ദയുള്ളവളായിരിക്കണം. അങ്ങനെ എല്ലാം പറയാം. ദേ ഷുഡ് ബി പങ്ക്ച്വൽ, അവർ പങ്ക്ച്വൽ ആയിരിക്കണം. ദേ ഷുഡ് ബി ബ്രേവ്, ഇതൊന്നും വ്യത്യാസം വരില്ല. ദേ ഷുഡ് ബി ബ്രേവ്, അവർ ധൈര്യമുള്ളവരായിരിക്കണം. ദേ ഷുഡ് ബി സ്മാർട്ട്, അവർ സ്മാർട്ട് ആയിരിക്കണം. ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ നമുക്ക് ഇവിടെ ഹി ഷുഡ് ബി മൈ ഫ്രണ്ട്, ഹി ഷുഡ് ബി മൈ ഫ്രണ്ട്, ഹി ഷുഡ് ബി മൈ ഫ്രണ്ട്, അവൻ എന്റെ കൂട്ടുകാരനായിരിക്കണം, അവൻ എന്റെ ഫ്രണ്ട് ആയിരിക്കണം. ഹി ഷുഡ് ബി മൈ ടീച്ചർ, അദ്ദേഹം, ടീച്ചറാകുമ്പോൾ അവൻ എന്നൊന്നും പറയില്ല, അദ്ദേഹം എന്റെ അധ്യാപകനായിരിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ആയിരിക്കണം എന്നുള്ള വാക്കിന് ഷുഡ് ബി എന്ന് വെച്ചാൽ മതി. ഈ ബിയുടെ കൂടെ അതിന് മുമ്പിലായിട്ട് ഷുഡ് വയ്ക്കുന്നു. ഷുഡിന്റെ ഉപയോഗം നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം ഒത്തിരി വാചകങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇംഗ്ലീഷിൽ താല്പര്യമുള്ള ഒരാളെ കൂടി കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലെ ഒരാൾ മലയാളം പറയും, അവൻ എന്റെ കൂട്ടുകാരനായിരിക്കണം. അപ്പൊ മറ്റേയാൾ എന്റെ ഇംഗ്ലീഷ് പറയും, ഹി ഷുഡ് ബി മൈ ഫ്രണ്ട്. അയാൾ എന്റെ അധ്യാപകനായിരിക്കണം, ഹി ഷുഡ് ബി മൈ ടീച്ചർ. അത് 10 പ്രാവശ്യം ആവർത്തിക്കണം ഓരോ വാചകവും, മലയാളത്തിലും ഇംഗ്ലീഷിലും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അരമണിക്കൂറിലും 3/4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്, ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ്
ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 12ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ ബേസ് ഫോമും പ്രസന്റ് ഫോമും പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും ഉച്ചാരണവും അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പഠിക്കുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ അവയുടെ ഉച്ചാരണവും അർത്ഥമൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ പ്രസന്റ് ഫോമിലെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, അതിൽ പ്ലൂറലും സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ്ഒ ISO ചേർത്തിട്ടുള്ള ആ വാക്ക് സിംഗുലർ ആയിരിക്കും. ഓക്കെ, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. സ്ലേ, സ്ലൂ, സ്ലേൻ, ടേക്ക്, ടുക്ക്, ടേക്കൻ, ഷേക്ക്, ഷുക്ക്, ഷേക്കൻ, ഫ്രീസ്, ഫ്രോസ്, ഫ്രോസൺ, ഫോസേ, ഫോസുക്, ഫോസേക്കൻ, റൈസ്, റോസ്, റൈസൺ, റൈസ്, റോസ്, റിസൺ. ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണ്? അത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വ്യത്യാസമുണ്ട്. മൂന്ന് രീതിയിലാണ്. ഇനിയുള്ള വെർബുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ED എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അഡ്മിറ്റ്, അഡ്മിറ്റഡ്, അഡ്മിറ്റഡ്. അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്. അറസ്റ്റ്, അറസ്റ്റഡ്, അറസ്റ്റഡ്. ബിഹേവ്, ബിഹേവ്ഡ്, ബിഹേവ്ഡ്. ബ്രഷ്, ബ്രഷ്ഡ്, ബ്രഷ്ഡ്. chew, chewed, chewed. Contain, contained, contained. Belong, belonged, belonged. Damaged, damaged, damaged. Delayed, delayed, delayed. Gaze, gazed, gazed. Examine, examined, examined. End, ended, ended. Embarrass, embarrassed, embarrassed. Explode, exploded, exploded. Dust, dusted, dusted. Dream, dreamed, dreamed. അതിൽ ഡ്രംഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലും. ഏൺ, ഏൺഡ്, ഏൺഡ്. Decorate, decorated, decorated. Accept, accepted, accepted. Include, included, included. Hurry, hurried, hurried. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. ഇവ പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, സ്പെല്ലിങ് ചിലതൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ IES എന്നൊക്കെ ആയിരിക്കാം. അല്ല പാസ്റ്റിലൊക്കെ പോകുമ്പോൾ ചില ലെറ്റേഴ്സ് ഇരട്ടിക്കും, ഡബിൾ ആകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ഓക്കെ.